അതിനിർണായകമായ രാഷ്ട്രീയ കൂടിക്കാഴ്ച നടത്തുകയാണ്. PV അൻവർ പാണക്കാട് എത്തിയിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും ഇന്ന് കൂടിക്കാഴ്ചകളുണ്ട്. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന് സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. PV അൻവർ UDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് പരസ്യമായി തന്നെ നിലപാട് വിശദീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല PV അൻവറിനെ നിലമ്പൂരിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും ഒക്കെ പ്രതികരണം അത് PV അൻവറിന് അനുകൂലമായിരുന്നു. ഒരു MLA-യോട് ഈ നിലയിലല്ല പോലീസ് പെരുമാറേണ്ടത്, സർക്കാർ MLA കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന നിലപാട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൃത്യമായി തന്നെ UDF നേതാക്കളുടെ പിന്തുണയ്ക്ക് പേരെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അൻവർ പുറത്തേക്ക് വന്നതും. അതിന് പിന്നാലെയാണ് പാണക്കാട്ടെ ഈ കൂടിക്കാഴ്ച. പാണക്കാട്ടേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് സന്ദർശനത്തിന് എത്തുന്നുണ്ടെങ്കിൽ അത് ഏകപക്ഷീയമല്ല. പാണക്കാട്ട് നിന്നുള്ള ക്ഷണം കൂടി അവിടേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് സ്വാഭാവികമായി നമ്മൾ വിചാരിക്കേണ്ടത്. എന്തായാലും PV അൻവർ 1 മണിയോടുകൂടി പാണക്കാടേക്ക് എത്തും എന്നുള്ളതായിരുന്നു വാർത്ത. പറഞ്ഞതിലും 1 മണിക്കൂർ നേരത്തെ PV അൻവർ എത്തിയിരിക്കുന്നു. പാണക്കാട്ട് നിർണായകമായ കൂടിക്കാഴ്ചകൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ചകളുണ്ടാകും. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെയുണ്ട്? പാണക്കാട്ട് എത്തിച്ചേരുമ്പോൾ ലീഗ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണം, സ്വീകരണം ഏത് തരത്തിലായിരുന്നു? തീർച്ചയായിട്ടും മാധു സജി, ഇപ്പോൾ PV അൻവർ അല്പസമയം മുൻപാണ് പാണക്കാട്ട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലേക്ക് എത്തിയത്. ഇവിടെ വെച്ച് സാദിഖ് അലി തങ്ങളുമായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും ഇവിടെ നിന്ന് ഇന്ന് കൂടിക്കാഴ്ച നടക്കും, ചർച്ചകൾ നടക്കും, കാര്യങ്ങൾ സംസാരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ PV അൻവർ ജയിൽ വിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് വരുമെന്ന കാര്യം നേരത്തെ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു. ഇന്ന് ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് PV അൻവർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലാണ് എത്തിയിരിക്കുന്നത്. PV അൻവറിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട UDF-ന്റെ മലപ്പുറം ജില്ലയിലെ നേതാക്കളുമുണ്ട്. അല്പസമയത്തിനകം പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ വസതിക്കുള്ളിലെ സ്വീകരണ മുറിയിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളുമായി സാദിഖ് അലി തങ്ങൾ എത്തിയിരിക്കുന്നു. സാദിഖ് അലി തങ്ങൾക്ക് കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് സംസാരിക്കുകയാണ് ഇപ്പോൾ PV അൻവർ. നമുക്കറിയാം, നേരത്തെ തന്നെ ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട സമയത്തെല്ലാം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. PV അൻവറിനെതിരെ ഉണ്ടായ നടപടി അത് ഒരിക്കലും ആ തരത്തിലൊരു നടപടി ഉണ്ടാവാൻ പാടില്ല. അത് PV അൻവറിനെ വേട്ടയാടുന്ന രൂപത്തിലാണ് ഈ സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നുള്ള രീതിയിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കം സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയിരിക്കുന്നു. പാണക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ലീഗ് അധ്യക്ഷൻ PV അൻവറിനെ സ്വീകരിച്ച് പാണക്കാട്ട് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിപ്രധാനമാണ്. PV അൻവർ പാണക്കാട്ടേക്ക് എത്തുന്നു. പാണക്കാട്ട് തങ്ങൾ നേരിട്ട് PV അൻവറിനെ സ്വീകരിക്കുന്നു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ലീഗിനും കോൺഗ്രസിനും ഏറ്റവും വലിയ വിമർശകനായിരുന്നു ഏറെക്കാലമായി PV അൻവർ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള PV അൻവർ പിന്നീട് സ്വതന്ത്ര പരിവേഷത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കളത്തിലിറങ്ങുന്നത് നമ്മൾ കണ്ടു. ഓരോ ഘട്ടത്തിലും ഇടതുപാളയത്തിൽ നിന്നുള്ള പിന്തുണ PV അൻവറിന് കൂടി വരുന്നത് നമ്മൾ കണ്ടു. LDF സ്ഥാനാർത്ഥിക്ക് വിരലിലെണ്ണാവുന്ന വോട്ട് മാത്രം ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ആകെ പിന്തുണ PV അൻവറിനായിരുന്നു. അന്ന് അദ്ദേഹം വിജയിച്ചില്ല എങ്കിലും എന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വവും തുടർച്ചയായി 2ാം വിജയവും സംഭവിക്കുന്നത്. വീണ്ടും കോൺഗ്രസുമായും UDF-ഉമായും സഹകരിക്കാനുള്ള താല്പര്യം പരസ്യമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പാണക്കാട്ട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. PV അൻവർ, PK കുഞ്ഞാലിക്കുട്ടിയും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ് ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയാൽ. പാണക്കാട് എത്തിയ 12 മണിയോടുകൂടിയാണ് PV അൻവർ പാണക്കാട്ടേക്ക് എത്തിയത്. അവിടെ ലീഗ് നേതാക്കൾ സ്വീകരിച്ച് അദ്ദേഹത്തെ സ്വീകരണ മുറിയിൽ ഇരുത്തുകയായിരുന്നു. അവിടേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തുന്നു. രണ്ടുപേരും ഹസ്തദാനം ചെയ്ത് സംസാരിക്കുന്നു. ശേഷം ഉള്ളിലേക്ക് ചർച്ചകൾക്കായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. PV അൻവർ പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തുകയാണ്. നിർണായകമാണ് ഈ നിമിഷം എന്ന് പറയുന്നത്. സാധാരണ അതായത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇതിന് മുൻപ് നടന്നിരുന്നു എങ്കിലും അതിനോട് അനുകൂലമായല്ല ഈ സംഭവ വികാസത്തിന് തൊട്ട് മുൻപ് UDF നേതാക്കൾ പ്രതികരിച്ചിരുന്നത്.
പക്ഷേ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉള്ള സമരങ്ങളിലേക്ക് DMK കടക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നാടകീയതകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ലീഗ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. എന്താണ് സംഭവിക്കുക എന്നത് അറിയേണ്ടതുണ്ട്. ഇന്ത്യാസ് കരീം തുടരുന്നുണ്ട്. ഇന്ത്യാസ് ലീഗ് PV അൻവറിനെ സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലും അത് വളരെ പ്രധാനവുമാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗവും നടക്കുന്നുണ്ട്. അൻവറിന്റെ കാര്യത്തിലുള്ള നിലപാട് നേതാക്കൾ ഇന്ന് കൂടുതൽ വ്യക്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് തരത്തിലുള്ള ആശയവിനിമയങ്ങൾ പരസ്പരം നടന്നു ലീഗും കോൺഗ്രസും തമ്മിൽ, അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ, അൻവറും ലീഗ് നേതാക്കളും തമ്മിൽ മലപ്പുറത്തെ ചർച്ചകൾ ഏത് തരത്തിലാണ്? തീർച്ചയായിട്ടും ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അതായത് അടച്ചിട്ട മുറിയിൽ സാദിഖ് അലി തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായും അതുപോലെ തന്നെ മലപ്പുറത്തെ തന്നെ UDF നേതൃത്വം, UDF ജില്ലാ നേതൃത്വവുമായുള്ള ഒരു കൂടിയിരുത്തം, ആ ചർച്ചയ്ക്ക് ശേഷം മൂവരും, അതായത് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങൾക്കുമൊപ്പം PV അൻവർ ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം ഇന്നലെ തന്നെ ഈ ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട സമയത്ത് അടുത്ത UDF യോഗത്തിൽ അൻവറുമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന കാര്യം വ്യക്തമാക്കിയതാണ്. അതിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു. ഇതിൽ അതായത് അൻവറിനെ കുറിച്ചുള്ള ചർച്ചകൾ പല ഘട്ടത്തിൽ പലതരത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ പക്ഷേ ഔദ്യോഗികമായ ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല എന്നാണ്. നേരത്തെ നമ്മൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്ന്, ഡൽഹിയിലടക്കം ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൽ അതായത് ലീഗുമായിട്ടുള്ള ചർച്ചകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് അതിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. പ്രധാനമായിട്ടും ഈ അൻവർ ഉയർത്തിയ വനമേഖലാ വിഷയങ്ങളുമായിട്ട് അൻവർ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ, അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതെല്ലാം ഒരുപക്ഷെ അത് പ്രതിപക്ഷം അടക്കം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അതിലിപ്പോൾ അതാണ് ഈ അറസ്റ്റിന് ശേഷം ഈ അതായത് മുസ്ലിം ലീഗിലെ തന്നെ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അൻവറിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അറസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ PV അൻവർ സംസാരിക്കുമ്പോഴും PV അൻവറിലും ആ ഒരു ആത്മവിശ്വാസം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. അതായത് UDF, അതായത് 2026 UDF അധികാരത്തിൽ വരണം. UDF പ്രധാനമായിട്ടും ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇക്കാര്യങ്ങളിലെല്ലാം UDF പ്രധാനമായിട്ടും ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം ഒരു കോൺഫിഡൻസോട് കൂടി, ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും അൻവറിന്റെ ഒരു UDF പ്രവേശനം, പ്രധാനമായിട്ടും ലീഗിലൂടെ ആ ഒരു പ്രവേശനം സാധ്യമാകുമെന്ന ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് പാണക്കാട്ട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു